ഹലോ ഗൈസ്, എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത് വളരെ ഒരു ഗുഡ് ന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഇട്ടൊരു ലിങ്ക് ത്രൂ കുറെ ആൾക്കാർക്ക് ഇന്റർവ്യൂസ് സെലക്ട് ആയിട്ടുണ്ട്. അല്ലാതെ കുറെ ആൾക്കാരെ ഇന്റർവ്യൂസ് ഇപ്പോഴും ആരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തായാലും ഒരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഒരു പൈസ പോലും ചെലവാക്കാതെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ള ഒരു ഗുഡ് ന്യൂസ്, ഞാൻ ഒരു വീഡിയോയിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലിങ്ക് ഇതുവരെ അതിന്റെ വേക്കൻസീസ് ഇതുവരെ അവർ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരും ഇപ്പോഴും അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. കാരണം അവർ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് ഇന്റർവ്യൂ കോള് വന്നു എന്ന് എനിക്ക് കുറെ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. കുറെ പേർക്ക് ഇന്റർവ്യൂ വന്നു, കുറെ പേർക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ചിലവർക്ക് ജോലി ഓക്കെ ആണ്, ചിലവർക്ക് ഓക്കെ അല്ല. മെയിൻ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഫാമിലി വിസ. ഫാമിലി വിസയിൽ വരാൻ പറ്റുമെന്ന് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫാമിലി വിസയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഇപ്പൊ മീൻസ് എന്റെ ആ വീഡിയോസ് കാണാത്ത ആൾക്കാരായിരിക്കും പിന്നെ എന്റെ അടുത്ത് ചോദിക്കുന്നത്. അവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്, ഞാനൊരു വീഡിയോ അതിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാമിലി വിസ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർ അത് പോയി ഒന്ന് ജസ്റ്റ് കാണുക. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിങ്കിന്റെ അകത്ത് മൗറീഷ്യസ് രജിസ്ട്രേഷൻ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. നമുക്കിപ്പോ CV സെലക്ഷൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ നമുക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അല്ല നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് ലൈസൻസ് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അല്ലാതെ നമുക്ക് നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ലൈസൻസ്. പിന്നെ ഒരു സിസ്റ്റർ എന്റെ അടുത്ത് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ഫാമിലി, ഇവിടുത്തെ പിള്ളേരുടെ പഠിത്തം, കുട്ടികൾക്ക് എങ്ങനെയാണ് സിലബസ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നമ്മൾ അറിയാത്ത കാര്യം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ലിങ്ക് അവർ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് മാക്സിമം അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ വീണ്ടും അതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ ചിലവർ എന്റെ അടുത്ത് പറയുന്ന കാര്യം, അവർക്ക് ഇപ്പൊ അവര് സക്സസ്ഫുള്ളി ഒരു CV അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് അതിലേക്ക് മെയിൽ വരുന്നില്ല. അവരുടെ മെയിൽ ഐഡിയിലേക്ക് നമുക്കൊരു മെയിൽ വരുമല്ലോ. നമ്മൾ സക്സസ്ഫുള്ളി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മെയിൽ വരും. ചിലവർക്ക് മെയിൽ വരുന്നില്ല. ചിലപ്പോൾ നിങ്ങളത് കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത് ചിലപ്പോൾ നിങ്ങളുടെ മെയിൽ ഐഡിയിൽ എന്തെങ്കിലും ഡിഫറൻസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. എന്താണേലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ മെയിൽ ഒരു വന്നിട്ടുണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മെയിൽ വന്നിട്ടുണ്ടാവും. നിങ്ങളൊന്ന് റീചെക്ക് ചെയ്യുക നിങ്ങൾ കൊടുത്ത ഇതെല്ലാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അപ്ലൈ ചെയ്യാം. ഒന്നുകൂടി കറക്റ്റ് മെയിൽ ഐഡി കാര്യങ്ങൾ കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ കുറച്ച് പേര് പറയുന്നത് അവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ നേരെ വേറെ ഏതോ ഒരു ആപ്പിലേക്ക് കയറി പോകുന്നെന്നാണ് പറയുന്നത്. പക്ഷെ അത് ലിങ്ക്ഡ് എന്ന് പറയുന്ന ആപ്പാണ്. അത് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അല്ലാണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ എന്റെ ലിങ്ക് പോയിട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ തന്നെ കിട്ടും ഈ ഡീറ്റെയിൽസ് ഫുള്ളും ഹോസ്പിറ്റലിന്റെ. അല്ലാതെ നിങ്ങൾക്ക് ക്രോം ത്രൂ എന്റെ ലിങ്കിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ക്രോമിൽ ത്രൂ നിങ്ങൾക്ക് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ക്രോമിൽ കയറുന്ന സമയത്ത് വേറൊരു ആപ്പിലേക്ക് പോകുന്നു. ചിലവർ പറയുന്നത് എന്റെ ഫോൺ ചിലപ്പോൾ ഹാങ് ആയി പോകുന്നതുകൊണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഹാക്ക് ആക്കുമെന്നൊരു പേടി ഉണ്ടാവും. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ലിങ്കിലേക്ക് പോകുന്നതായിരിക്കും, ഡയറക്റ്റ് ആപ്പിലേക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് കൊടുത്ത് വേറെ ഇടാവണ്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ പോയിട്ട് എന്റെ ലിങ്ക് കോപ്പി ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫുള്ളും കിട്ടും. നിങ്ങൾക്ക് അത് ത്രൂ അയക്കാൻ പറ്റും. CV സെലക്ഷൻ കിട്ടി ജോലി ഓക്കെ ആയിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ മാക്സിമം നാട്ടിൽ നിന്ന് ഐറ്റംസ് ഇങ്ങോട്ട് കൊണ്ടുവരിക. നമുക്കിപ്പോൾ ദോശ ഉണ്ടാക്കണമെങ്കിൽ ദോശ ഉണ്ടാക്കാനുള്ള പാന്, കുക്കർ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരിക. നമുക്ക് അത്ര എക്സ്പെൻസ് കുറയ്ക്കാം. മീൻസ് ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് കുറച്ച് ഐറ്റംസേ കൊണ്ടുവന്നുള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ ലഗേജിൽ കുറെ kgs ഉണ്ട്, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതലും നമുക്ക് വേണ്ട ഐറ്റംസ് മാത്രം ഇവിടെ നമുക്ക് കുക്കറൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഡബിൾ എക്സ്പെൻസ് ആയിരിക്കും ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഫുഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും. ഫുഡ് നമ്മൾ വെച്ച് കഴിക്കുമല്ലേ. അപ്പൊ നമുക്ക് വേണ്ട പാത്രങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. എക്സ്പീരിയൻസ് വേണം. മസ്റ്റ് ആയിട്ട് 2 year എക്സ്പീരിയൻസ് വേണം. നമുക്ക് ഫ്രഷേഴ്സിന് എന്തായാലും എബ്രോഡ് അങ്ങനെ എടുക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് അല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ. ഞാൻ അപ്ലൈ ചെയ്യേണ്ടെന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ചില ആൾക്കാരൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ പൈസ കൊടുത്തിട്ടാണ് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ അങ്ങനെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് ഒരു പൈസ ആരുടെയും കയ്യിൽ നിന്ന് ഒരു 5 പൈസ പോലും വാങ്ങിക്കുന്നില്ല. എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡയറക്റ്റ് ഉള്ള ലിങ്ക് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് തരുന്നത്. അല്ലാതെ ആരുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിക്കുന്നില്ല.
ആരും ഒരു പ്രമോഷൻ പോലെ തന്നിട്ടും അല്ല ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് എന്റെ ഒരു ഇഷ്ടം. നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് വേക്കൻസി ഉണ്ട്, നാട്ടിൽ കുറെ ആൾക്കാരുണ്ട് ജോലി ഇല്ലാതെ നിൽക്കുന്നത് നമുക്കറിയാം. അപ്പൊ അവർക്കൊരു ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ലിങ്ക് ത്രൂ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം ഇട്ട് തരുന്നത്. ഇനിയും എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാണ്ട് കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്ന കാര്യം വിസ എത്ര നാളാണ്. ഇപ്പൊ ചിലവർക്ക് വിസ വരാൻ വേണ്ടി ഇപ്പൊ ഏജൻസി, ഞാൻ ഇട്ട ലിങ്ക് ത്രൂ അല്ല, അല്ലാതെ മൗറീഷ്യസിലേക്ക് വരാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് എത്ര ഡേയ്സ് ആണ് വിസ പ്രോസസിങ്. ഇവിടെ ഡേയ്സ് അല്ല, നമുക്ക് വർക്ക് പെർമിറ്റ് ആണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 3 to 4 months അല്ലെങ്കിൽ 2 to 3 months എന്തായാലും നിങ്ങൾക്ക് ടൈം എടുക്കും. ആരും അതോർത്ത് ടെൻഷൻ ആവണ്ട. ഇവിടുത്തെ വിസ പ്രോസസിങ് കുറച്ച് ലേറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഏജൻസി എന്ന് പറയും 1 മാസം എടുക്കും എന്ന് പറയും. ഇപ്പൊ നമ്മൾ പകുതി എമൗണ്ട് അവർക്ക് അടച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ അടുത്ത് അവരങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ ആവും. പക്ഷെ ടെൻഷൻ ആകണ്ട. പക്ഷെ ജെന്യുവൻ ആയിട്ടുള്ള ഏജൻസി ആയിരിക്കണം. നിങ്ങൾ പോയി കണ്ടുപിടിക്കുന്ന ജെന്യുവൻ ആയിട്ടുള്ള ഏജൻസി ആയിരിക്കണം. നിങ്ങൾ ടെൻഷൻ ആവണ്ട. എന്തായാലും നിങ്ങൾക്ക് ഒരു 3 to 4 months വർക്ക് പെർമിറ്റ് ആ ഒരു പീരീഡിലെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതല്ല നിങ്ങൾ അവര് ഏജൻസി നിങ്ങളെ ബിസിനസ് ത്രൂ, അതായത് നിങ്ങളാണ് ജോലി ശരിയായിരിക്കുന്നത്, ആ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് വിസയാണ്, ആ വിസ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഡേയ്സ്, എത്ര ഡേയ്സ് എത്ര മന്ത്സ് എടുക്കും എന്നുള്ളത്. നമുക്കിവിടെ ബിസിനസ് വിസയുണ്ട്. ബിസിനസ് വിസയിലാണെങ്കിൽ ഞാൻ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിസിനസ് വിസയിലാണെങ്കിൽ നമുക്കൊരു 15 days കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. ഇല്ല നമുക്ക് ജോബ് വിസ, അതായത് വർക്ക് പെർമിറ്റ്, ഒക്യുപേഷണൽ പെർമിറ്റ് ആണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്ത് ഡയറക്റ്റ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതൊരു 3 to 4 months എന്തായാലും വർക്കിംഗ് ഡേയ്സ് എടുക്കും. 3 to 4 months എന്തായാലും ഡേയ്സ് എടുക്കും, മന്ത്സ് എടുക്കും, സോറി. എല്ലാവർക്കും ഇപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ തന്നെ ഒരു ജോലി കിട്ടാൻ എത്രയോ കഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പൊ അവർക്കൊരു ഹെൽപ്ഫുൾ ആയി എന്ന് എനിക്ക് അറിയാൻ സാധിച്ചതിൽ നല്ല സന്തോഷമുണ്ട്. ഇനിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങളെല്ലാം ഞാൻ അറിയിക്കുന്നതായിരിക്കും. കുറെ ആൾക്കാർ ഈ ലിങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും സങ്കടപ്പെട്ടിരിക്കരുത്. കാരണം നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റും. ഒരു കാര്യം ഫെയിൽ ആയി എന്ന് വിചാരിച്ച് നിങ്ങൾ അടുത്തൊരു ട്രൈ ആക്കാതിരിക്കരുത്. ഫുള്ള് നമ്മൾ എപ്പോഴാണോ ഒന്ന് സെറ്റിൽ ആവുന്ന അത്രയും നാളും നമ്മൾ നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ മാക്സിമം നിങ്ങൾക്ക് നല്ലൊരു ലെവലിൽ എത്താൻ പറ്റും. എല്ലാവർക്കും നോൺ മെഡിക്കൽ ഫീൽഡിലുള്ളവർ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേർക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൽ കുറച്ച് പേർക്കൊക്കെ ഇന്റർവ്യൂസ് വിളിച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. മാക്സിമം നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യും. നിങ്ങൾ അത് ഇതാക്കി കളയരുത്. കാരണം നാട്ടിൽ ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ജോലി കിട്ടുവാണെങ്കിൽ നല്ലൊരു ആശ്വാസമായിരിക്കും. മാക്സിമം നിങ്ങൾ എല്ലാവരും കോൾ എടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ താമസിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ കമന്റ് ത്രൂ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതായിരിക്കും. പറ്റുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ആരും മറക്കണ്ട, ലിങ്ക് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. എല്ലാവരും ഇപ്പൊ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലും എത്തിച്ച് അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കുക കേട്ടോ. ഇപ്പോഴും ഞാൻ പറയാണ്, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക. എന്റെ ഹോസ്പിറ്റലിൽ വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതെല്ലാം നല്ല കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ മസ്റ്റ് ആയിട്ട് കാണുക. കാരണം മൗറീഷ്യസിലേക്ക് കുറെ വേക്കൻസീസ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ വേക്കൻസീസ് ഇവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും ഞാൻ തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ യു സൂൺ.